സോ ഗൈസ് നമ്മൾ ട്രിപ്പ് പോവുകയാണ്, ഒരു ഫാമിലി ട്രിപ്പ്. കൂൾ ഡ്രിങ്ക്സ് എല്ലാം ഇങ്ങ ഇருக்கு, ഈറ്റബിൾസ് എല്ലാം ഇருக்கு, എല്ലാമേ ഇருக்கு. ചേച്ചി എന്താണ് നമ്മുടെ ട്രിപ്പിനെ കുറിച്ച് പറയാനുള്ളത്? എന്താ ചേട്ടാ പറഞ്ഞേ? ഒന്നും മനസ്സിലായില്ല, പക്ഷെ കാണിക്കണ്ട. ഇതെല്ലാം ഞാൻ ഇടും. ചേച്ചി ഏതാ சொல்லு. ஒரு ட்ரிப் போகும்போது பச்சை தண்ணி குடிச்சிட்டு போனா மரியாதை இருக்குமா? ஒரு கலர் வாட்டர் வேணுமா? எனர்ஜி ட்ரிங்க் இருக்கு, அவ்வளவுதான். ஜிஞ்சர் ஷாட் இருக்கு. ஓகே. ஓ ஜிஞ்சர் ஷாட் எனக்கு தெரியும், அது ஜிஞ்சர் பியர் வித்அவுட் ஆல்கஹால் இல்ல. ஆமா ஆமா, எல்லாம் ஐயோ, நான் கடையில வேலை பாக்குறேன்ல, ஓ நான் நினைச்சிட்டு இருக்கேன். ஹாப்பியா செட்டா? இனிமேதான் பாக்கணும். നമ്മൾ 2 വണ്ടിയിലായിട്ട് ഈ കണ്ണാടി വെച്ചിരിക്കുന്നുണ്ട്, എങ്ങോട്ട് നോക്കിയാലും കുഴപ്പമില്ല, ക്യാമറയിലല്ല നോക്കുന്നെങ്കിൽ പോലും. നമ്മൾ 2 വണ്ടിയിലാണ് പോകുന്നത്. ഒരു വണ്ടിക്കാര് അവിടെ ഉണ്ട്, അച്ചാച്ചൻ അവിടെ പോയി. ഇവരെ കാണാൻ സെറ്റ് അവളെ കിട്ടി. അതെ ഇങ്ങനെ കാണിക്ക്. നമ്പർ 2. സോ നമ്മുടെ ടൂർ കോർഡിനേറ്റർ ചേച്ചി, പടക്കുന്ന മീനോ? ടൂർ കോർഡിനേറ്റർ കം. താങ്കൾക്ക് ടൂറിനെ പറ്റി എന്താണ് പറയാനുള്ളത്? പ്രത്യേകിച്ചൊന്നും ഓടുന്നതന്നെ വാങ്ങി. அண்ணா இது எங்க? எனக்கு தெரியும். ஆனா இது ஒரு மியூசியம். ஒரு மியூசியம் பேர் அங்க இருக்கு. മ്യൂസിയം ഓഫ് ബ്യൂറോ. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ കാറിലെ യാത്ര? അടിപൊളി. ഞങ്ങൾ ഫുള്ള് പാട്ട് പാടി. നിങ്ങൾ മിണ്ടായിരിക്കുമല്ലായിരുന്നോ? ഇല്ല, ഞങ്ങൾ പാട്ട് പാടൊക്കെ ചെയ്തു. പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അപ്പൊ നമ്മള് ഫീലിംഗ്സ് പാട്ട് പോട്ടി 90s കിഡ്സ്. ഫോട്ടോ ഇല്ല, വീഡിയോയാ. ഹായ് ഗൈസ്. ഹായ് ഗൈസ്, വെൽക്കം ടു a new vlog. ചേച്ചി ഞങ്ങൾ കുറച്ച് എന്നാ ചേച്ചി ഗെയിംസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അച്ഛനെന്തേ കഴിക്കണ്ടല്ലോ. അറിയത്തില്ല. Strawberry. Yes, you're right. Cheers. I proved it. കോന്നി കുഞ്ഞെന്തേ? മൊത്തം കൊണ്ടുപോയില്ലേ? ചിരിക്കേ, വ്ളോഗാ, ചിരിക്കേ. ബ്ലോഗ് എന്റെ എടുക്കണ്ട, തൽപരകശിയല്ല. വാഷ്റൂം കണ്ടാൽ വലിയ കൊട്ടാരം പോലെ ഇരിക്കുന്നത്, വലിയ 5 സ്റ്റാർ ഹോട്ടലിലൊക്കെ ചെന്നിട്ട് നമ്മൾ റൂം എടുത്തൊരു ഫീല്. എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്തൊരു വാഷ്റൂമും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞങ്ങളവിടെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അതിനുശേഷം നമ്മൾ നമ്മുടെ യാത്ര തുടരാനായിട്ട് പോവുകയാണ്. നല്ല മഴയുണ്ട്, പക്ഷെ നല്ലൊരു അടിപൊളി സ്പോട്ട് കൂടിയാണ് കേട്ടോ. ചേച്ചി കൊണ്ട് നോക്കി, ചേച്ചി ഒരു ഫ്രെയിമിൽ എനിക്ക് കിട്ടിയിട്ടില്ല. ഫോട്ടോ എടുക്കൂല, വീഡിയോയാ. ഒരുപാടുണ്ടല്ലോ എന്റെ സ്കിൻ, എന്റെ ഫേസ്, ആന്റി ബാധ്യ. പിന്നെ കട്ട ബോഡിയല്ലേ. എന്താടി എന്റെ ബോഡിക്ക് തന്നെ ഒരു കുഴപ്പം? ഇപ്പോൾ കുറച്ച് സ്ട്രോബെറി സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഫ്രഷ് ആയിട്ടുള്ള സ്ട്രോബെറീസ് അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് മേടിച്ചു. യാത്ര പിന്നെയും തുടർന്നുകൊണ്ടിരുന്നു. എന്തായാലും നമ്മുടെ
ട്രിപ്പ് ഭയങ്കര എന്താ പറയുക ഭയങ്കര ഓളാണ്. നമ്മൾ 2 വണ്ടിയിലായിട്ട് പോകുന്നതുകൊണ്ട് തന്നെ സ്പ്ലിറ്റായി പോയിട്ടുണ്ടോ എന്നുള്ളൊരു വിഷമമുണ്ട്. എങ്കിൽ പോലും ഒരു മത്സരിച്ചിട്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരാൾ വേറൊരാളെ ചേസ് ചെയ്യും, വേറൊരാൾ അടുത്തയാളെ ചേസ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ പണ്ട് നമ്മൾ എന്താ പറയുക കോളേജിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ബസ്സുകൾ തമ്മിൽ മത്സരം വെക്കുമല്ലോ, ആ ഒരു സംഭവം. ഇടയ്ക്ക് നമ്മുടെ വണ്ടിയുടെ ടയറിന് ചെറിയൊരു പ്രശ്നം കാണിച്ചു. ആക്ച്വലി ഇറ്റ് വാസ് എ ഫോൾട്ട്. പക്ഷേ നമ്മൾ ഒന്ന് എന്താ പറയുക ഒന്ന് പേടിച്ചു ആക്ച്വലി. എന്തായാലും നമ്മൾ ഇറങ്ങി എല്ലാം ഒന്ന് നോക്കി വണ്ടിയിൽ കാറ്റൊക്കെ അടിച്ചു. പക്ഷേ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. അതിനുശേഷം നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഭയങ്കര രസമാണ് കേട്ടോ ഈ ഒരു സ്ഥലം. അതുകൊണ്ട് പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഭയങ്കര ഹരിതാഭ പച്ചപ്പ് എന്നൊക്കെ പറയത്തില്ലേ, അതേ സംഭവം. അപ്പോൾ അതാ ഞങ്ങൾ ഓൾറെഡി ലേറ്റായി കുറച്ച്. അപ്പം മറ്റേ വണ്ടിക്കാർ ആദ്യമേ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ അങ്ങനെ തന്നെയാണ് അവർ നമുക്ക് വേണ്ടി വെയിറ്റ് ടൈം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് നിങ്ങളെ കാണുമ്പം എന്തെന്നില്ലാത്ത ഒരു ഭയങ്കരമായിട്ടുള്ളൊരു സന്തോഷമാണ്. അതെന്താണെന്ന് അറിയത്തില്ല. അതിപ്പോഴും അതെ, ആദ്യത്തെ പ്രാവശ്യം വന്നപ്പോഴും അങ്ങനെ തന്നെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഇതുവരെയായിട്ട് എനിക്ക് മാറിയിട്ടില്ല. മേ ബി നമ്മൾ സിറ്റി ലൈഫിൽ നിന്ന് ഒരു ഗ്രാമപ്രദേശത്തേക്ക് വന്നതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും സന്തോഷം കൊണ്ടൊക്കെ തന്നെ ആയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമ്മളത് അങ്ങോട്ട് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ടുള്ള വിശേഷങ്ങൾ നമുക്ക് പുറകെ കാണാം. സോ ഫൈനലി നമ്മുടെ കൂട്ടാളികളെ കിട്ടിയിട്ടുണ്ട്. 2 വണ്ടിയിൽ പോയിട്ടുണ്ടെങ്കിലും നമ്മളൊരു സ്ഥലത്ത് വെച്ച് പിടിക്കാതിരിക്കത്തില്ലോ. അപ്പോൾ അതാ അവരെ കിട്ടി. ഇനി നമുക്കങ്ങനെ ഇറങ്ങി അങ്ങോട്ടേക്ക് നടക്കാം. ഇവിടെ ഒരു ചെറിയൊരു നല്ലൊരു അരുവിയൊക്കെ ഉണ്ട്. അത് വലിയൊരു പാർക്കാണ്, അതിൻ്റെ അടുത്തൊരു കാസിലൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തു. ഇതുപോലെ കുറേ പാലങ്ങൾ അതിൻ്റെ ഇടയ്ക്കെല്ലാം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ചെറിയൊരു അരുവി, കുറേ ബെഞ്ചസ് കാര്യങ്ങളൊക്കെ ആയിട്ട്. ആക്ച്വലി നമ്മൾ മ്യൂസിയത്തിൽ ഫോർട്ടിൽ കയറാനായിട്ട് കാസിൽ കയറാനായിട്ടാണ് പോയത്. പിന്നെ നമ്മൾ പ്ലാൻ ഡ്രോപ്പ് ചെയ്തു. നമ്മൾ അതിന് ശേഷം ഇവിടുന്ന് ഡെവിൾസ് പൾപിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് തീരുമാനിച്ചു. പക്ഷേ വന്നതല്ലേ, ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക മസ്റ്റാണല്ലോ. അതുകൊണ്ട് അത് നമ്മൾ മിസ്സാക്കിയില്ല. നമ്മളവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് പോയി. അപ്പം ഇവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്താണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സ്ഥലം നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്ന ഒരു അടിപൊളി സ്ഥലം കൂടിയായിരുന്നു. എന്ത് സ്നേഹമൊന്നും കാണുന്നില്ല. ഓക്കെ നീ വാ. സോ നമ്മൾ ആദ്യത്തെ സ്പോട്ടിൽ വന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് അത് മാത്രമേ ചെയ്തിട്ടുള്ളൂ. കുറേ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. ബട്ട് സ്റ്റിൽ വി ആർ സോ ഹാപ്പി അല്ലേ? ഹാപ്പി എന്തേ ഈ പെണ്ണെന്തേ? ഹായ് ഗൈസ്, നിങ്ങൾ പുതിയൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അത് ഈ ചേച്ചി ലിങ്ക് ഇടുന്നതായിരിക്കും. അപ്പൊ നിങ്ങൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്തോ. എന്റെ അനന്തരങ്ങളാണ് അൺഫോർച്ചുനേറ്റ്ലി. അത് വന്ന് മാമ, ഇത് വന്ന് പറയണോ സ്നേഹ. ഓക്കെ, അപ്പൊ നമുക്ക് പിന്നെ അനിയതി സിബ്ലിംഗ്. ഓക്കെ, സിസ്റ്റർ. സോ അങ്ങനെ നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷന് അത്യാവശ്യം സ്ഥലങ്ങളൊക്കെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസൊക്കെ എടുത്തു. ഇനി നമുക്ക് നമ്മൾ നെക്സ്റ്റ് സ്പോട്ടിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് വോയിസ് ഓവർ കൊടുത്തിട്ട് ഞാൻ ആരെയും വെറുപ്പിക്കുന്നില്ല, നിങ്ങൾ തന്നെ കണ്ടോളൂ. ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടു കഴിയുമ്പോഴേക്കും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്കിതിൻ്റെ ഫുൾ പാർട്ടായിട്ട് കുറച്ച് നല്ല രസകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു എപ്പിസോഡായിരിക്കും പാർട്ട് 2 ആയിട്ട് വരുന്നത്.